ഞാൻ എസ് ഐക്കാണ് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നത് കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം അതിന് കുറച്ച് ദിവസം മുമ്പാണ് ഇപ്പോൾ കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നു, ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മോൾ തിരിഞ്ഞ് നോക്കുകയോ പിന്നെ കൊച്ചിനെ ഫോൺ വിളിക്ക് സംസാരിക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു. തമിഴ്നാട്ടിൽ പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കിയത്. സുഖമില്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വരും, കൊച്ചിനെ കൊണ്ടുപോകുന്നിട്ട്. അപ്പം എന്നാണെന്ന് അറിയില്ല, 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പ്രോഗ്രാമിനൊന്നും പോയില്ല, നന്ദിയോടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏകദേശം 1 മാസത്തോളം അമ്മ കുഞ്ഞിനെ ഇവിടെ നോക്കി. അപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് പോയി, ഞാനൊരു കമ്പനിയിലാണ് പോണത്. അപ്പോൾ ഞാൻ രാവിലെ അങ്ങ് പോവുകയും വൈകിട്ട് വീട്ടിൽ എത്തുമ്പോൾ 8:30 മണിയാവും. അപ്പോൾ അമ്മയെ കൊണ്ട് പറ്റില്ല, ശ്വാസം മുട്ടലുള്ള ഈ തേരി കൊണ്ട് കയറാൻ വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളം നോക്കിയിട്ട് നെടുമങ്ങാട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. ഞങ്ങളെ കൊണ്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി സാറിനോട് കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട്, അപ്പോൾ അത് തീർക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു, 6 വർഷം കഴിഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാം നോക്കണത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജോലിക്ക് പോയാലേ പറ്റുള്ളൂ, എനിക്ക് പറ്റണില്ല. അമ്മയ്ക്ക് ഏകദേശം 72 വയസ്സോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മോളിപ്പം നിലവിൽ ജീവിച്ചിരിക്കുകയാണല്ലോ. അവളെ കുഞ്ഞിൻ്റെ സംരക്ഷണം കിട്ടേണ്ടത് ഒരു അമ്മയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് ഇപ്പോഴാണ് എന്ന് പറയുകയും, അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചു. അപ്പോൾ അവനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് വരുമെന്നെന്ത് പറഞ്ഞു. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞതിൻ്റെ ഒന്നും വന്നില്ല, അവൾ ഒറ്റയ്ക്കാണ് വന്നത്. 2ാം പ്രാവശ്യം വന്നപ്പോൾ അവളെ ഡാൻസ് ക്ലാസ്സിലെ ടീച്ചറും അനുവും അവളും കൂടി വരികയും ഇവൻ ഇപ്പുറത്ത് സ്റ്റേഷനിൽ കയറാതെ ഇപ്പുറത്ത് വണ്ടി ഒതുക്കിയിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ ഏറ്റ് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. എൻ്റെ അപ്പ എൻ്റെ അടുത്തുനിന്ന് പോയപ്പോൾ എൻ്റെ മോനിക്ക് ടാറ്റയും പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞാൻ എൻ്റെ കുട്ടിയെ കാണുന്നത് ഇന്നലെയാ കാണണേ. അത് കൊണ്ടുപോയതിന് ശേഷം ഈ കൈ ഒടിയുന്നത് അവള് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. പക്ഷെ എൻ്റെ മരുമോക്ക് അല്ലാണ്ട് തന്നെ അവളുടെ കൂട്ടുകാരി വോയിസും പിക്ചറും ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മരുമോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഫോണിലൊന്ന് നോക്കുക, അതിലെന്തോ ഇതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ വോയിസും ഫോട്ടോസും ഒക്കെ കണ്ടപ്പോൾ ഞാൻ അവിടെ മുതൽ ഇതുവരെ കരയേ ഉണ്ടായി. ഞാൻ ഇവളെ ശല്യം ചെയ്യരുത്, ഇവർ ജീവിക്കാൻ പോയവരെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിളിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ശല്യം ചെയ്യാണ്, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഇവൻ ഒരു സൈലന്റ് കില്ലറാണ്, മാനസികമായിട്ടുള്ള ടോർച്ചറിങ്ങാണ് അവളെ നടത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇത് കറിഞ്ഞിട്ട് ഞാൻ വിളിക്കാനൊന്നും പോയില്ല. ഞാൻ രാത്രി ഇവിടെ വന്നിട്ട് രാത്രി 9-9:30 ഇടയ്ക്ക് വെച്ചിട്ട് രാത്രിയിൽ ഞാൻ പോയി സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. കുഞ്ഞിൻ്റെ 2 കൈയും പൊട്ടലുണ്ട്. അപ്പോൾ ഞാൻ പിക്ചറാ കാണിച്ചു കൊടുത്തപ്പോൾ പോലീസുകാർക്ക് എന്നെ ആ കൊച്ചിൻ്റെ ദയനീയ അവസ്ഥ, ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നൊരു സാർ അപ്പോഴത്തെ തന്നെ ഫോൺ വിളിച്ചു, അവനോട് സംസാരിച്ചപ്പോൾ അത് കുട്ടി ഈ നമ്മളെ താറാവ് പോലത്തെ ഒരു എന്തോ വൈറ്റും എല്ലാം കൂടെ കളർന്നിട്ടൊരു വണ്ടിയുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. വളരെ വിപുലമായിട്ടായിരുന്നു ഇവിടെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചത്. അപ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ സിറ്റ് ഔട്ട് ഇച്ചിരി പൊക്കത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് 3 കരണം മറിഞ്ഞ് വീണു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, നീ ഇതൊന്നും പറയണ്ട, മറ്റന്നാൾ സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് അന്ന് വന്നില്ല. അതിന് ശേഷം ഇട്ട് ഒരു ദിവസം അവിടെ വന്നു. പിന്നെ എന്ന് 4-ാം തീയതി 5-ാം തീയതി അന്നാണ് ഞാൻ ലീവ്. ഞാൻ ലീവ് എടുത്ത് ഇവിടെ നിന്നപ്പോൾ ഒരു 5 മണി. അപ്പം ഈ 4-ാം തീയതിക്ക് മുന്നേ തന്നെ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നല്ലേ, ഈ കൊച്ചിൻ്റെ ഇതിൽ ഞാൻ സംരക്ഷണം ഏറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. പക്ഷേ ഒരു ഒന്നും തയ്യാറായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഈ അടുത്താണ് കൊടുത്തത്. അതായത് ഈ ഏകദേശം ഈ കൈ ഒടിഞ്ഞ് ഏകദേശം 1 മാസത്തോളം ആയി. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു, സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കണത്. രാത്രി 9-9:30 ഞാൻ പോയി കൊടുക്കണത്. അപ്പോൾ അതിനുശേഷം ഞാൻ 5-ാം തീയതി ലീവായിരുന്നു. അപ്പോൾ അന്ന് 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് DYSP ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു, മോള് നിങ്ങളുടെ പേരിലൊരു പരാതി തന്നിട്ടുണ്ട്, ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ നാളെ വരെ എനിക്ക് പറ്റില്ല, ലീവില്ല, ഞാൻ ഇന്ന് വേണമെങ്കിൽ വരാം. അപ്പോൾ 5:08 എന്നെ ഇങ്ങനെ 5:06-8 എന്നെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്. 5:38 ഞാൻ സ്റ്റേഷനിലെത്തി. ഞാൻ എത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് സാറിനോട് കേട്ട് ഇങ്ങനെ എന്നെ വരാൻ പറഞ്ഞിരുന്നു. അറിയുന്നല്ലേ, ഞാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേട്ട് കൊച്ച് അവിടെ നിന്നിട്ടാൻ പറഞ്ഞു. കൊച്ചിൻ്റെ കയ്യിൽ 2ലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അവളും അവനും ഉണ്ടായിരുന്നു. അവൻ്റെ ഉടായ്പാണെന്ന് തോന്നുന്നുണ്ട്. അവൻ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. ഞാൻ സാർ അവൻ്റെ സ്വഭാവം ഇങ്ങനത്തെ ക്യാരക്ടറാണ്, എല്ലാം
എന്തോ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിൽ അവൻ പറയും. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഖിലയും അതോടൊപ്പം തന്നെ അഷ്കറും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അവള് അങ്ങനെ എന്നോട് കൊച്ചിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിയോട്. പക്ഷെ അവന് നോക്കാൻ താല്പര്യമില്ല, അവൻ്റെ ആൾക്കാർക്ക് താല്പര്യമില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കുഞ്ഞിനെ നോക്കണ ഒരാൾ വന്നാൽ മാത്രമേ വിവാഹം കഴിച്ച് കൊടുക്കുകയുള്ളൂ. കാരണം ഞാൻ എന്നും ഇതേ ഇതിൽ കാണില്ലല്ലോ. അവൾ കുഞ്ഞു പ്രായമല്ലേ, ആ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊച്ചിത്തിക്കൂടിയൊക്കെ ആയെങ്കിൽ മാത്രമേ സ്കൂളിലൊക്കെ അയക്കി എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അമ്മയുടെ സംരക്ഷണം കിട്ടേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ ആ കുഞ്ഞിനത് കിട്ടേണ്ടത്. കാരണം ഞാനും എൻ്റെ 3 മക്കളെ നോക്കിയത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ DYSP സാറിനെ കണ്ട് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, കുഞ്ഞിൻ്റെ അമ്മ തരുവാണെങ്കിൽ നിങ്ങൾക്ക് തരാം, നമുക്ക് അവരിൽ നിന്നും ബലം പ്രയോഗിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അത് എനിക്കറിയാം, കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ കുഞ്ഞിൻ്റെ 2 കൈ ഒടിയണമെങ്കിൽ അത് വേറെ എന്തോ ആയിരിക്കാം, വേറെ എന്തോ ആയിരിക്കാം. അല്ലെങ്കിൽ തന്നെ വീണ് കഴിഞ്ഞാൽ ഈ പൊട്ടൽ മാത്രമല്ല, കുഞ്ഞിൻ്റെ ദേഹമാസകലം മുറിവ് വരേണ്ടതാണ്. നിലവിൽ ഈ ഫോട്ടോസിൽ അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വേറൊരു സാറിനോട് പറഞ്ഞു, ആ സാറ് നിങ്ങളെ മോളെ വിളിക്കാം, അവർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. ആ സാറെ വിളിച്ചപ്പോൾ അവളെടുത്താലെ പറഞ്ഞ് തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ കൊടുത്തിരുന്ന പരാതിയിൽ ഞാൻ നിരന്തരം പരാതികൾ അനാവശ്യമായിട്ട് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നു, ശല്യമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ലെവലിലാണ് പരാതി കൊടുത്തത്. അപ്പോൾ ഞാൻ അവിടെ എഴുതി ഒപ്പിട്ടിട്ട് എൻ്റെ ഹൃദയം പൊട്ടിയിട്ടാണ് ഞാൻ ഒപ്പിട്ടിട്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനേ പോയിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെയും പോയിട്ടില്ല. ഇന്നലെ ഈ വിഷയങ്ങളൊക്കെ ആയപ്പം എൻ്റെ മോളെ കൂടെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളുണ്ടായിരുന്നു. ഇവളുടെ ഫോണിൽ നിന്നൊക്കെയാണ് വിളിച്ചത് തന്നെ. കാരണം അവർ തമിഴ്നാട്ടിൽ പ്രോഗ്രാമിന് 27-ാം തീയതി 28-ാം തീയതി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവളെ ഇങ്ങോട്ട് തമിഴ്നാട്ടിൽ വെച്ച് എൻ്റെ കുഞ്ഞമ്മയുടെ മോളെ അറിയുകയും അവളെ അറിയിക്കാണ്ടാണ് അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് ഇവളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവനാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവളോട് പറഞ്ഞു കൊടുക്കണത്.